ഹലോ ഡിയർ സ്റ്റുഡൻസ്, +1 കമ്പ്യൂട്ടർ സയൻസ് നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ പബ്ലിക് എക്സാം വരുന്നത് 18-ാം തീയതി അല്ലെങ്കിൽ ആ ഡേറ്റിലാണ് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇനി ആകുള്ളത് ഒരു മാസമേ ഉള്ളൂ. 5-ാം തീയതി നമ്മുടെ ഇംഗ്ലീഷ് എക്സാം മുതൽ തുടങ്ങുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു 15-20 ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി പഠിക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ മോഡൽ എക്സാം വരുന്നുണ്ട് 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ. അപ്പോൾ അതിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചാപ്റ്റർ 12 ചാപ്റ്റർ ഉണ്ട് +1 കമ്പ്യൂട്ടർ സയൻസിൽ. ഈ 12 ചാപ്റ്ററിൽ എങ്ങനെയൊക്കെ പഠിക്കണം സാറേ? C++ മാത്രമാണ്. ആ C++ മാത്രമായിട്ട് ഒരു 9 ചാപ്റ്റേഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം? നമുക്ക് ആദ്യം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാം. ചാപ്റ്റർ വെയിറ്റേജ് നോക്കാം. ചാപ്റ്റർ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ് 4 മാർക്കേ ഉള്ളൂ. ആ 4 മാർക്കിനെ അതിലുള്ളൂ. അബാക്കസ് പഠിക്കണം, ന്യൂമാൻ ആർക്കിടെക്ചർ പഠിക്കണം. അതേപോലെ ചാപ്റ്റർ 1 പിന്നെ പഠിക്കേണ്ടത് ആൻഷ്യൻ നമ്പർ സിസ്റ്റം, 1 വേർഡിനാണ് വരിക. അപ്പോൾ ആ രീതിയിൽ ചാപ്റ്റർ 1 ഒന്ന് സെറ്റാക്കുക. ചാപ്റ്റർ 2 വരുമ്പോൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ബൂലിയൻ ആൾജിബ്ര 9 മാർക്കുണ്ട്. ആ 9 മാർക്കിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാണ്ട്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ പഠിക്കാണ്ട്. അതേപോലെ രണ്ടാമത്തെ പാർട്ട് ബൂലിയൻ ആൾജിബ്ര. ആ ബൂലിയൻ ആൾജിബ്രയിൽ ഗേറ്റുകളാണ്. ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ് എഴുതി പഠിക്കണം. വളരെ ഭംഗിയായിട്ട് പ്രോബ്ലമാറ്റിക് സെക്ഷനാണ്. അങ്ങനെ ചാപ്റ്റർ 2 തീർന്നു. ചാപ്റ്റർ 3 വരുമ്പോൾ പക്ക തിയറിയാണ്. കമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം 10 മാർക്കുണ്ട്. അതിൽ ഷുവർ കട്ടായിട്ട് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഈ വൈസ് എല്ലാ മക്കൾക്കും അല്ലേ, നമ്മുടെ ചാപ്റ്റർ വൈസ് എജുപോർട്ടിൻ്റെ ലൈവിലൂടെയും എല്ലാ തുടർന്നുള്ള സെക്ഷനിലൂടെയും എല്ലാത്തിലും നിങ്ങൾക്ക് ആ 25 ക്വസ്റ്റ്യൻ്റെ ഒരു PDF അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ആ 25 ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആ ചാപ്റ്റർ നമ്പർ 3 ആ 10 മാർക്ക് ഷുവറായിട്ടും കിട്ടും. ഇത്രയും സാധനം C++ൻ്റെ തൊട്ട് മുമ്പാണ്. അതായത് തിയറി പാർട്ട് എന്ന് പറയാൻ വയ്യ. ചാപ്റ്റർ 2 തിയറി അല്ല, ബാക്കി 1ഉം 3ഉം തിയറി പാർട്ടാണ്. ദെൻ കം ടു പ്രോഗ്രാമിംഗ് പാർട്ട്. 4ാമത്തെ ചാപ്റ്റർ മുതൽ വളരെ ഭംഗിയായിട്ട് സീക്വൻസ് ആയിട്ട്. ഇപ്പം നമുക്ക് പൊതുവെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, സാറേ 3 മാർക്കുള്ളൂ, അത് ഞാൻ ഒഴിവാക്കിയത്. അത് ഒഴിവാക്കരുത്, കാരണം ഇത് കണ്ടിന്യൂഷനാണ്. ചാപ്റ്റർ 4, 5, അതേപോലെ ചാപ്റ്റർ നമ്പർ 6, ചാപ്റ്റർ നമ്പർ 7, ചാപ്റ്റർ നമ്പർ 8, 9, 10 കണ്ടിന്യൂഷനാണ്. ആ കണ്ടിന്യൂഷനിൽ ആ 7 വരെയെങ്കിലും കണ്ടിന്യൂഷനായിട്ട് പോകണം. 8 മാർക്കാണ് ചാപ്റ്റർ 4. പ്രിൻസിപ്പിൾ ഓഫ് അൽഗോരിതം അല്ല, പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, അൽഗോരിതം, ഫ്ലോ ചാർട്ടിൻ്റെ ക്വസ്റ്റ്യനിൽ ഡീബഗ്ഗിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ചാപ്റ്റർ 5 3 മാർക്കാണ്. ടോക്കൺ എന്നുള്ള ഒരു സെക്ഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് വളരെ ഭംഗിയായിട്ട് പഠിക്കണം, 7 മാർക്കാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 8 മാർക്കാണ്. അതേപോലെ അറേ ബബിൾ സോർട്ട് 6 മാർക്കാണ്. സ്ട്രിങ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻ 3 മാർക്കാണ്. ദെൻ ഫങ്ഷൻസ് 7 മാർക്കാണ്, 7 മാർക്ക്. ദെൻ ലാസ്റ്റ് 11th ചാപ്റ്റർ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്, 8 മാർക്കാണ്. ചാപ്റ്റർ അല്ലേ, ഇത് 11 ഇത് അതേപോലെ 12. ഇൻ്റർനെറ്റ് 5 മാർക്കാണ്. നമുക്ക് ചാപ്റ്റർ 1 നോക്കുകയാണെങ്കിൽ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ ഇത്രയും പോയിന്റ്സ് മാത്രം പഠിക്കുക. ആൻഷ്യൻ നമ്പർ സിസ്റ്റം, അബാക്കസിനെ പഠിക്കുക, ന്യൂമാൻ ആർക്കിടെക്ചർ, ജനറേഷൻ പഠിക്കുക, ഒഴിവാക്കുക. ഇത് പഠിച്ചാൽ മതി. ചാപ്റ്റർ 2 2 പാർട്ടാണ്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ബൂലിയൻ ആൾജിബ്ര ഉണ്ട്. ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ നമ്പർ കൺവേർഷൻ നോക്കണം. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒഴിവാക്കാം അല്ലേ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഗേറ്റ് എന്താ, ആൻഡ് ഓർ നോട്ട് എന്താണെന്നുള്ള പഠിക്കുക. ട്രൂത്ത് ടേബിൾ പഠിക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് തിയറംസ് പഠിക്കാം, ഏതെങ്കിലും തിയറം വരും. ഡി മോർഗൻസ് ലോ പഠിക്കണം. ദെൻ യൂണിവേഴ്സൽ ഗേറ്റ്. ചാപ്റ്റർ 3 ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ് സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടൈപ്സ് ഓഫ് റാം, റോം, ദെൻ ഫങ്ഷൻസ് ഓഫ് OS, സോഫ്റ്റ്വെയർ എന്താ, ഹാർഡ്വെയർ എന്താ, ഒരുപാട് എലമെൻസുകൾ. ന്യൂമാൻ ആർക്കിടെക്ചറിൻ്റെ മറ്റൊരു രൂപം ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ പഠിക്കണം. ടൈപ്സ് ഓഫ് രജിസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് പ്രിൻ്റർ, റാം, റോം, ഡിഫറൻസ്, റോമിൻ്റെ ടൈപ്സുകൾ, മെമ്മറി അറേഞ്ച്മെൻറ്റ്, ഈ വൈസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല, അത്ര ഇമ്പോർട്ടൻറ്റ്. ഫങ്ഷൻസ് ഓഫ് OS, അതേപോലെ തുടങ്ങിയ എലമെൻസുകൾ. ടോപ്പിക് നമ്പർ 4 അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടിലേക്ക് ഇറങ്ങാം. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടിൽ ആദ്യമായിട്ട് പഠിക്കേണ്ടത് അല്ലേ, ബേസിക് ആയിട്ടുള്ള ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് നോക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം പഠിക്കണം, 4 പോയിന്റ്സ് അല്ലെങ്കിൽ 5 പോയിന്റ് പഠിക്കാണ്ട്. അതേപോലെ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്, വെക്റ്റർ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് അനാലിസിസ്, എഫക്റ്റീവ് സിന്തസിസ്, എഫിഷ്യൻറ്റ് കോഡിംഗ്,
ആ സാധനം സിമ്പിൾസ് ഇൻ ഫ്ലോ ചാർട്ട് പഠിക്കണം. 9 എക്സാമ്പിൾ പഠിക്കാതെ ഒരു കുട്ടി പോവരുതേ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ 9 എക്സാമ്പിൾ. ഏതൊക്കെയാ? സം ഓഫ് 2 നമ്പേഴ്സ്, ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്, ബിഗസ്റ്റ് among 2 നമ്പേഴ്സ്, ബിഗസ്റ്റ് among 3 നമ്പേഴ്സ്, ഓർഡർ ഈവൻ, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ, 1 to 100, 100 to 1, 1 to n തുടങ്ങിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ദെൻ ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ. എന്താ? ഡീബഗ്ഗിങ് ഇല്ലാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല. ചാപ്റ്റർ 5ലേക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു C++, 5 എലമെൻസാണ് പഠിക്കാനുള്ളത്. ക്യാരക്ടർ സെറ്റ്, ടോക്കൺ മാത്രം പഠിക്കുക. ടോക്കണിലെ ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് പഠിക്കണം. ടൈപ്സ് ഓഫ് ലിറ്ററൽസ് പഠിക്കണം. ഏതൊക്കെ ലിറ്ററൽസ്? ഇൻഡിജർ ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ. ദെൻ ചാപ്റ്റർ നമ്പർ 6 പ്രോഗ്രാമിങ്ങിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി കംപ്ലീറ്റ് സാധനം പഠിക്കുക. അതേപോലെ ചാപ്റ്റർ 7ലാണെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 പാർട്ടാണ്. ബ്രാഞ്ചിങ് പാർട്ടും സെലക്ഷൻസ് പാർട്ടും ലൂപ്പിംഗ് പാർട്ടും, അല്ലെ? ബ്രാഞ്ചിങ് ഓർ സെലക്ഷൻ, ലൂപ്പിംഗ്, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ ചാപ്റ്റർ 8 ബബിൾ സോർട്ടാണ്. അറയുടെ ഡെഫിനിഷൻ. ഇത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നിർബന്ധമായിട്ടും ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം പഠിക്കണം, അല്ലേ? അതേപോലെ ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും നമ്മളെ കമ്പാരിസൺ. സി പാർട്ട് 2D അറേസ് കണക്ട് ചെയ്ത് പോവുക. കാരണം വളരെ സിമ്പിളാണ്, ഒരു പേജിലൊക്കെ നമുക്ക് പഠിച്ച് തീർക്കാൻ കഴിയും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് സ്ട്രിങ് വരുന്നത്. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. എങ്ങനെയാണ് സ്ട്രിങ് ഉണ്ടാവുക? സീനും ഗെറ്റ്സും നമ്മളെ വ്യത്യാസം എന്താ? അവിടെ മുഹമ്മദ് ജസീം എന്ന് എഴുതുമ്പോൾ അതിൽ മുഹമ്മദേ വരുള്ളൂ. അത് എന്തുകൊണ്ട്? സീനാണ്. ആ തമ്മിലുള്ള വ്യത്യാസം വൃത്തിയിൽ പഠിക്കാം. അതിൻ്റെ ശേഷം മോഡുലാർ പ്രോഗ്രാമിങ്ങിലേക്ക്, ഫങ്ഷൻസിലേക്ക് പഠിക്കാം. മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ മെറിച്ച് ഈ അണ്ടർലൈൻ വട്ടട്ടതെങ്കിലും നിങ്ങൾ പഠിക്കണം. 20 ഫംഗ്ഷൻ ഉണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇടാം. അത് ഇട്ടതിന് ശേഷം റിക്കർഷൻ പഠിക്കുക, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് പഠിക്കുക. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താ? ആക്ച്വൽ പാരാമീറ്റർ, ഫോർമൽ പാരാമീറ്റർ. 11th ചാപ്റ്റർ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരുപാട് സാധനമുണ്ട്. 11 ടോപ്പിക് ഉണ്ട്. 311ാമത്തെ പേജ് മുതൽ 344ാമത്തെ പേജ് വരെ 33 പേജ് ഉണ്ട് ടെക്സ്റ്റ് നോക്കി പഠിക്കണമെങ്കിൽ. അത് സെലക്ട് ചെയ്ത് പഠിക്കുക. ആ സെലക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ടോപ്പോളജി വിടരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് എസ് എ വരിക. ഓരോ എലമെൻറ്റ്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ എന്തൊക്കെയല്ലേ അഡ്വാൻറ്റേജ് പഠിക്കുക. അതേപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മീഡിയം, അല്ലേ? വയേർഡ് മീഡിയം ഉണ്ട്, വയർലെസ് ഉണ്ട്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്. ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൗട്ടർ, ഗേറ്റ്വേ. ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മോഡേൺ ഉണ്ട്. അതേപോലെ മൾട്ടിപ്ലക്സർ ഉണ്ട്. ടോപ്പോളജി 4 ടോപ്പോളജി: ബസ്, റിംഗ്, സ്റ്റാർ, മെഷ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്: ലാൻ, മാൻ, വാൻ, പാൻ. ഐഡന്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഓവർ നെറ്റ്വർക്ക്: IP അഡ്രസ്സും MAC അഡ്രസ്സും ജസ്റ്റ് നോക്കുക. പ്രോട്ടോകോൾ, ഒരുപാട് പ്രോട്ടോകോൾ: HTTPS, FTP തുടങ്ങിയ പ്രോട്ടോകോൾ. URL എന്താണെന്നുള്ളത് നോക്കുക. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ 12th ചാപ്റ്റർ ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിങ്. 2 പാർട്ടാണ്. ഇൻ്റർനെറ്റും ഉണ്ട്, അതേപോലെ മൊബൈലും ഉണ്ട്. ഇൻ്റർനെറ്റിൻ്റെ കേസിൽ ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി എന്തൊക്കെ? ഡയൽ-അപ്പ് കണക്ഷനും ബ്രോഡ്ബാൻഡ് കണക്ഷനും. എന്താണ് വെബ് ബ്രൗസർ? എന്താ? സെർച്ച് എഞ്ചിൻ എന്താ? എക്സാമ്പിൾ ജസ്റ്റ് നോക്കുക. ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജ് പഠിക്കണം. അതേപോലെ ഇമെയിലിൻ്റെ എലമെൻസുകൾ പഠിക്കാം. ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയയുടെ ടൈപ്സുകൾ ആയിട്ട് അതിൽ വരുന്നതാണ് എന്താ? മൈക്രോ ബ്ലോഗ്സ്, അതേപോലെ വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്കുകൾ, തുടങ്ങിയ എലമെൻസുകൾ. അതേപോലെ അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ: ബ്രിങ് പീപ്പിൾ, ഗെറ്റ് ടുഗദർ, സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട്, അല്ലേ? ഓർഗനൈസ് ഇവൻസുകൾ, ബിസിനസ് പ്രൊമോഷൻ, സൈബർ അറ്റാക്ക്, വൈറസ്, വേം, ട്രോജനോസ്, ഫിഷിങ്, സ്പാം തുടങ്ങിയ എലമെൻസുകൾ. എങ്ങനെ സൈബർ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാം? 3 മെത്തേഡ്സ്: കുക്കീസ്, ഫയർവാൾ, ആൻറ്റിവൈറസ്. മൊബൈൽ കമ്പ്യൂട്ടിംഗ് 2ാമത്തെ പാർട്ടാണ്. മൊബൈലിൻ്റെ സർവീസസ് ചോദിക്കും. SMS, MMS, GB. ഇങ്ങനെ സെലക്ട് ചെയ്ത് ടോപ്പിക് ചെയ്താൽ അതിൻ്റെ പോയിൻറ്റ്സുകൾ എഴുതി പഠിക്കുക. അല്ലാതെ ഈ ചാപ്റ്ററിൽ ഈ ഏരിയ മാത്രം ഇല്ല. പഠിക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ മാത്രം നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ മക്കളോട് പറയാനുള്ളത്, വെയിറ്റേജ് നോക്കിയിട്ട് വിടുമ്പോൾ, അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഇപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ പകുതി ഇനി അടുത്ത പബ്ലിക്കിന് പിടിക്കാം, അതില്ല. പഠിക്കുന്ന ചാപ്റ്റർ വൃത്തിയിൽ കംപ്ലീറ്റ് A to Z ഓരോ ടോപ്പിക് വൈസ്. ഞാൻ പറഞ്ഞില്ല, ടോപ്പിക്ക് കംപ്ലീറ്റ് ഹെഡിങ് ചെയ്താൽ ആ ഹെഡിങ് എഴുതിയതിന് ശേഷം അതിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സുകളും ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. വളരെ ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതുന്ന രീതി ഫോളോ ചെയ്തോ. എന്നാൽ കൂടെ നിന്ന് കൂടിക്കോ. 16 മുതൽ 21-ാം തീയതിൻ്റെ മോഡൽ എക്സാമിന് പഠിക്കുന്ന ചാപ്റ്റർ വൃത്തിയിൽ കംപ്ലീറ്റ് അതിന്മേൽ പിന്നീട് തുറക്കാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആയത്തിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ഉള്ളത് വൃത്തിയിൽ പഠിച്ച് സെറ്റാക്കി പോകാം. ഞാൻ വീണ്ടും അഡ്വൈസ് ചെയ്യാണ്, ചാപ്റ്റർ നമ്പർ 1, 2, 3 വളരെ ഭംഗിയായിട്ട് പഠിക്കാം. 4 മുതൽ തുടങ്ങാം. 4, 5, 6, 7
8ഉം 9ഉം 10ഉം കഴിയുന്നില്ല. എന്തായാലും സാറേ എക്സാമിന് പോകുമ്പോൾ ഒരു പേടിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ 8ലെ ബബിൾ സോട്ട് പഠിക്കുക, ലീനിയർ സെർച്ച് ബൈനറി സെർച്ച് പഠിക്കുക. ദെൻ 9 വിടുക, 10 പബ്ലിക്കിന് പഠിക്കാം, മെറിറ്റ് ഓഫ് മോഡുലർ പ്രോഗ്രാം പഠിക്കാം, 11ഉം 12ഉം അങ്ങനെ സെലക്ട് ചെയ്ത് കുറച്ച് സാധനങ്ങൾ പഠിക്കുന്നത് വൃത്തിയിൽ പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുക. പബ്ലിക് എക്സാം അതിൻ്റെ ശേഷം നമുക്ക് പെൻഡിങ് ഉള്ളത് അന്നേരം പഠിക്കാം, അല്ലേ? എല്ലാം കൂടി കലക്കി കുടിക്കുക എന്നുള്ള ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. മോഡൽ എക്സാം പൊളിക്കാം, അതേപോലെ പബ്ലിക്കും സ്ട്രാറ്റജി നല്ല വൃത്തിയിൽ ഓർഡർലി സെറ്റ് ചെയ്ത് പഠിക്കുക. സോ മക്കളെ, താങ്ക് യു സോ മച്ച്.